ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ കേട്ടോ. കാലത്ത് തന്നെ കണി കണ്ടതിന് ശേഷം ഭർത്താവിൻ്റെ നിന്ന് കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അടുക്കളയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കി മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കാലത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിച്ചു കേട്ടോ ഞാൻ. ഇവിടെ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ടുണ്ട് വിഷുക്കട്ട കഴിക്കണം. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ ഈ ശർക്കര നീര് മുക്കിയിട്ടാണ് വിഷുക്കട്ട കഴിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശർക്കര നീരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ 2 ഏലക്കായൊക്കെ ഇടും. അങ്ങനെ കഴിക്കണവർ വന്നിട്ട് കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ. ഡുണ്ടുവിന് ഇത് വളരെയധികം ഇഷ്ടമായിട്ടോ. അവൻ കുറേ അധികം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിഷു സദ്യയിലേക്ക് കടന്നു കേട്ടോ. അധികം കറികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. സാമ്പാർ, അവിൽ, ഇഞ്ചമ്പുളി, അച്ചാർ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഡുണ്ടുവിന് കൈനീട്ടം കൊടുത്തു കേട്ടോ. കുഞ്ചുണ്ടെങ്കിൽ കുഞ്ചുനും കൊടുത്തേനെ. അവൻ വലിയ കാര്യത്തിൽ മേടിക്കുന്നുണ്ടെങ്കിലും അത് അവസാനം എനിക്കുള്ളതാണ്. പക്ഷേ കുഞ്ച് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കുഞ്ചിന് ഞാൻ വിഷു കൈനീട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് അവളൊരു ചെപ്പിലാക്കി ഇട്ട് വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഞാൻ സദ്യ ഉണ്ട് കേട്ടോ, പായസമൊക്കെ ഉണ്ട്. എൻ്റെ ഈ ഗെറ്റപ്പ് നോക്കണ്ട, വീട്ടിലത്തെ പണി കഴിഞ്ഞ് വേഗം വന്നിരുന്ന് ഫുഡ് അടിച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോയിട്ടോ. വിഷുക്കായി നീട്ടം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.